അങ്ങനെ ഇതാ നീണ്ട ഒരു മാസത്തിന് ശേഷം ഞങ്ങൾ മലപ്പുറത്തുനിന്ന് കോട്ടയത്തോട്ട് പോന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് ഇട്ടത്. വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തിയിട്ടതിന് ശേഷം ഈ കൊടയും പിടിച്ചിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് വേറെ എങ്ങോട്ടും അല്ല, ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നത് KFC-ലോട്ടാണ് കേട്ടോ. അവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ട് മാത്തൻ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നോട്ടം കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഓൺ ആക്കി ഇരിക്കുകയാണ് ഞാൻ. ഈ ഇരിക്കുന്ന ഇരിപ്പ് തന്നെ അവനൊരു 10 ആൾക്കാരെ വളച്ചിട്ടുണ്ടാവും. ഇവിടെ നിന്നുകൊണ്ട് തന്നെ കുറച്ച് സമയം എന്തായാലും ഐറ്റം കിട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കും. അതുവരെ ഇവൻ എങ്ങനെയെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആക്കണം എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ ഉദ്ദേശം. സംഭവം വന്നപ്പോഴത്തേനും മാത്തന്റെ സ്വഭാവം നേരെ അങ്ങ് മാറി കേട്ടോ. നേരത്തെ അവനെ കൊതിപ്പിച്ച ആൾക്കാരൊക്കെ അവനിപ്പോ ഇരുന്ന് കൊതിപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾ അതിനൊന്നും ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല. ഇവൻ ഈ കഴിക്കുന്ന കണ്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഷോക്ക് ഞങ്ങൾ ഒട്ടും പിന്നിലില്ലാത്തോണ്ട് തന്നെയാണ് കേട്ടോ ഈ കാട്ടിക്കൂട്ടല്. മാത്തം കഴിച്ച പീസിന് നല്ല ചൂടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഫേസിൽ ഒരു തുള്ളി ചേഞ്ച് പോലും വരുത്താതെ അവൻ ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് പോയ സങ്കടത്തിൽ മാത്തൻ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഐറ്റം എന്റെ കൈ കിട്ടിയത്. ഇനി കുറച്ച് ഷോ ഞാനും കാണിക്കട്ടെ. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഫ്രഞ്ച് ഫ്രൈസ് വന്നത്. അപ്പൊ അതുകൂടെ കൈ കിട്ടിയപ്പോൾ മാത്തന്റെ ഷോ ഇരട്ടിയായിട്ടോ. ഇതും പോരാഞ്ഞിട്ട് ടിഷ്യൂ എടുത്ത് കാണിക്കുന്നത് കണ്ടോ. അങ്ങനെ ഷോ ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നൈസായിട്ട് അവനെയും കൂട്ടി ഇറങ്ങിയിട്ട് ഞങ്ങള്